ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2019 പുറത്തിറങ്ങിയിട്ടുള്ള സാറ്റു സുറോ എന്ന ഒരു അടിപൊളി ഹൊറർ ത്രില്ലർ മൂവിയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മൂവിലോട്ട് പോകാം. ബാ. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ഹോസ്പിറ്റലാണ് കാണിക്കുന്നുണ്ട്. അവിടെ ഒരു പെണ്ണ് കയ്യിലൊരു വലിയ ഇരുമ്പ് വടിയും കൈപ്പിടിച്ച് എൻ്റെ കുഞ്ഞെവിടെ എന്ന് കേട്ട് അവിടെയുള്ള ആളെ ചറ പറന്ന് അടിച്ച് താഴെയിടും. കൂടാതെ അവിടെ ഉണ്ടായിരുന്ന കത്രിക എടുത്ത് നേഴ്സിന്റെ മുഖത്ത് ഒരു കീറി എൻ്റെ കുഞ്ഞെവിടെയെന്ന് കേട്ട് അവിടെയുള്ള NICU ചെല്ലും. ചെന്ന പാടെ അവിടെ ഉണ്ടായിരുന്ന നേഴ്സുമാരെ പുറത്താക്കി വാതിൽ കുറ്റിയിട്ടു. ഇപ്പോൾ അവിടേക്ക് ഡീൻ എത്തും. ഡീൻ ഗ്ലാസ് വഴി നോക്കുമ്പോൾ ഈ പെണ്ണ് കുഞ്ഞിനെ തൊട്ടിൽ നിന്ന് എടുക്കും. ഇത് കണ്ട് ഡീൻ, ദയവ് ചെയ്ത് നീ ആ കുഞ്ഞിന് ഒന്നും ചെയ്യില്ലെന്ന് പറയും. ഇന്നേരം അവൾ, നിങ്ങളെല്ലാവരും തോറ്റു, എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടി. ഇതും പറഞ്ഞ് കുഞ്ഞിന്റെ മുഖത്ത് നോക്കി. ശേഷം എന്ത് തോന്നിയെന്നറിയില്ല, കയ്യിലുള്ള കത്രിക വെച്ച് ചക്കെന്ന് കുത്തി കൊല്ലും. അവൾ കുഞ്ഞിനെ കൊന്നതിന് ശേഷം ഈ കളവി പറയുന്നത് അത് നിന്റെ കുഞ്ഞല്ലെന്ന്. ഇത് കേട്ട് ദേഷ്യം വന്ന അവള് അവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ചറ പറന്ന് കുത്തിക്കൊല്ലും. ഇപ്പൊ പുറത്തുണ്ടായിരുന്ന ആളുകൾ ഒരു വിധന ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് പ്രവേശിക്കും. ശേഷം അവളെ പിടിക്കാൻ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ലിക്വിഡും താഴെയിട്ട് പൊട്ടിച്ച് തൊട്ടടുത്തുള്ള കത്തിയേർന്ന ബൾബ് കയ്യിലെടുത്ത് എല്ലാവരും ചാവടാന്നും പറഞ്ഞ് പതുക്കൊന്ന് താഴേക്കിടും. ഇതോടെ അതിൽ നിന്ന് തീ കത്തിപ്പിടിച്ച് അവിടെ മൊത്തം കത്തി ചാമ്പലാവും. അവിടെ സീൻ കട്ട് ചെയ്താൽ ഇതാണ് നമ്മുടെ ഹീറോ. അവൻ അവൻ്റെ അമ്മാവൻ്റെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുക. ഇവനൊരു റൈറ്ററാ, പക്ഷെ ലാസ്റ്റ് എഴുതിയ കഴുത അത്രയ്ക്കൊന്നും സക്സസ് ആവില്ല. അതിൽ നിന്ന് ഒരുപാട് നഷ്ടം അവന് സംഭവിക്കും. അതുകൊണ്ട് അമ്മാവൻ്റെ അടുത്ത് സഹായം തേടി വന്നിരിക്കുക. അയാൾ ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നത്. ഒരു കെട്ട് പൈസ അവന് കൊടുത്ത് കൂടെ ഒരു കീയും കൊടുക്കും. എനിക്ക് ഈ ഗ്രാമത്തിന്റെ അവസാനത്തിൽ ഒരു വീടുണ്ട്, നീ കുറച്ചു കാലം അവിടെ പോയി സമാധാനായിട്ട് നിൽക്ക്. നിനക്ക് ഞാൻ ഇപ്പോൾ തന്ന പൈസ തിരിച്ചു തരണ്ട. കാര്യം എനിക്കും നിന്റെ അച്ഛനും ഇടയിൽ 1000 പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ അപ്പോഴേ മറന്നു. നീ പോയി നല്ല അറ്റ്മോസ്ഫിയറിൽ നല്ലൊരു കഥ എഴുതാൻ നോക്ക്. അങ്ങനെ ഹീറോ അവന്റെ ഭാര്യയും കൂട്ടി അവിടേക്ക് പോകും. പറയാൻ മറന്നു, നമ്മുടെ ഹീറോയുടെ വൈഫ് പ്രഗ്നന്റാ. ഒരു വിധന കാടിന്റെ അവിടെയുള്ള ആ വീട്ടിലെത്തിച്ചേരും. രണ്ടുപേരും അവിടെയുള്ള ഫോട്ടോസും ആൽബംസും ഒക്കെ എടുത്തു നോക്കും. അതിൽ നമ്മുടെ അമ്മാവന്റെ പിക്കൊക്കെ ഉണ്ട്. കൂട്ടത്തിൽ നിറയെ പെണ്ണുങ്ങളുടെ പിക്കുണ്ട്. എടി, ഞാൻ നിന്നോട് പറയാൻ മറന്നു, ഇവിടെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് അവിടേക്ക് പോകാം. പിറ്റേന്ന് വെളുപ്പിന് ഹീറോ കാറും എടുത്ത് പുറത്തേക്ക് പോയി. ഇപ്പൊ ഹീറോയിൻ മാത്രമേ ഉള്ളൂ. തനിയിരുന്ന് ബോറടിച്ചതിനാൽ അവൾ തൊട്ടടുത്തുള്ള മാർക്കറ്റിലേക്ക് നടക്കും. അവിടെയുള്ള ഒരു അമ്മ, വാ മോളെ, എന്താ വേണ്ടേ? അല്ല, മോളെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. എവിടെയാ താമസിക്കുന്നത്? ഞാൻ ഈ ഗ്രാമത്തിന്റെ ഏറ്റവും അവസാനത്തിലുള്ള ആ ബംഗ്ലാവിലാണ് താമസിക്കുന്നത്. ഇത് കേട്ടതും ആ അമ്മയുടെ മുഖം ആകെ മാറി. ശരി മോളെ, എനിക്ക് കട അടയ്ക്കാൻ സമയം, മോള് പോയിക്കോ. അതേ നേരം അവിടെ വയസ്സായ ഒരു മുത്തശ്ശി ഇവളെ തന്നെ തുറച്ചു നോക്കിയിരിക്കുന്നത് ഇവള് കാണും. ആ നോട്ടത്തിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. അപ്പൊ തന്നെ അവൾ അവിടെ നിന്ന് മടങ്ങും. വീട്ടിലെത്തിയ പാടെ ജ്യൂസ് അടിച്ചു കുടിക്കാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് മിക്സിയിൽ ഇട്ട് തിരിഞ്ഞതും അവൾ കിടത്തി വെച്ച കത്തി കുത്തിയിരിക്കുന്നു. ഇത് കണ്ട് അവൾ കുറച്ചൊന്ന് പേടിക്കും. അതേ നേരം അവിടെ അകത്തു നിന്ന് ഒരു ശബ്ദം. കയ്യിൽ കത്തിപ്പിടിച്ച് ഒച്ചകെട്ട സ്ഥലത്തേക്ക് അവൾ ചെല്ലും. ഇപ്പൊ അവളുടെ തൊട്ട് പുറകിലായിട്ട് ഒരു കറുത്ത രൂപം അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അവിടെ കട്ട് ചെയ്താൽ നൈറ്റായി. ഹീറോ ജോലിയെല്ലാം തീർത്ത് വീട്ടിലേക്ക് എത്തി. വീട് ഫുള്ളിരിട്ട. ഹീറോയിന് ഒരുപാട് തവണ അവൻ വിളിക്കും, പക്ഷെ യാതൊരു റെസ്പോൺസും ഇല്ല. തറയിലാണെങ്കിൽ രക്തം ഇറ്റിട്ട് വീണ പാടുണ്ട്. അത് ഫോളോ ചെയ്ത് മുൻപോട്ട് നീങ്ങിയാൽ നമ്മുടെ ഹീറോയിൻ താഴെ വീണ് കിടപ്പുണ്ട്. അവളുടെ വയറെല്ലാം കീറി മുറിച്ച് കുടലെല്ലാം പുറത്ത് തെറിച്ച് കിടക്കാം. ഇത് കണ്ട് അവൻ വാ വിട്ട് കരയും. അതേ നേരം ഇവന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഇപ്പൊ അവൻ ഞെട്ടി എഴുന്നേൽക്കും. എന്തു പറ്റി ചേട്ടാ? ഒന്നുമില്ല, ഞാനൊരു ദുസ്വപ്നം കണ്ടു. ഞാനൊന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വരാം, നീ കിടന്നോ. അടുത്ത ദിവസം കാലത്ത് ഹീറോ ജോലിക്ക് പോകും. ഹീറോയിൻ അവളുടെ അമ്മയെ കോൾ ചെയ്ത് വിശേഷങ്ങളൊക്കെ പറയും. അതേസമയം പുറത്ത് ഒരു ഊഞ്ഞാൽ മാത്രം തനിയാടും. അത് അവൾ കണ്ടെങ്കിലും അത്രയ്ക്കങ്ങ് കാര്യാക്കില്ല. ശേഷം നല്ല ക്ഷീണമുള്ളതിനാൽ അവൾ കുറച്ചു നേരം കിടന്നുറങ്ങും. ഇപ്പൊ പെട്ടെന്ന് അവൾക്ക് ഛർദ്ദിക്കാൻ വരും. ഉടനെ വാഷ് ബേസിൽ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ വായിൽ നിന്ന് മുടി വരാൻ തുടങ്ങും. കൂട്ടത്തില് 4-5 ബ്ലേഡും. പിന്നാലെ ഒരു കൊടൂരമായിട്ടുള്ള സംഭവം നടക്കും. വായ് കീറി മുറിഞ്ഞ് വാ വഴി ഒരു കുഞ്ഞു വീഴും. ഒപ്പം പുറകിൽ നിന്ന് 4-5 ആളുകൾ ഇവളെ പിടിച്ചു വെച്ച് ബഹളം വെക്കും. ഇതെല്ലാം കണ്ട് പേടിച്ച് അവൾ ഞെട്ടി ഉണരും. ഇതെല്ലാം തന്നെ സ്വപ്നമായിരുന്നു. ഇന്നേരം അവൾക്ക് ശരിക്കും പ്രസവവേദന വന്നു തുടങ്ങി. അതേ നേരം ഹീറോ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാകും. അവൻ ഉടനടി അവന്റെ ഭാര്യയും കൊണ്ട് മുൻപ് അവൻ പറഞ്ഞ അവന്റെ വീടിനടുത്തുള്ള ആ ഹോസ്പിറ്റലിലെ അവിടേക്ക് പോകും. കൃത്യസമയത്ത് തന്നെ അവൻ അവളെയും കൂട്ടി ഹോസ്പിറ്റലിലെത്തി. ഇന്നേരം അവനോട് അവിടെയുള്ള സ്റ്റാഫ് ഫോം ഫിൽ ചെയ്ത് തരാൻ പറയും. അവനും ഹോസ്പിറ്റലിലെ സമയം നോക്കിയാൽ 3:10. ഇവന്റെ വാച്ചിലെ സമയം 8 മണി.
അതെങ്ങാനും തെറ്റി വെച്ചതായിരിക്കും എന്ന് വിചാരിച്ച് അവൻ കറക്റ്റ് ടൈമിൽ എല്ലാം എഴുതി ഫോം ഫിൽ ചെയ്ത് കൊടുക്കും. ഭാര്യ അവർ ലാബ് റൂമിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ അവൻ്റെ അടുത്ത് അവളുടെ കറണ്ട് കണ്ടീഷൻ എന്താണെന്നൊക്കെ പറയും. ശേഷം അവൻ അവളുടെ അടുത്ത് ചെന്നാൽ, ചേട്ടാ നമുക്ക് കുഞ്ഞുണ്ടായതിനു ശേഷം അവിടെ നിൽക്കണ്ട, എനിക്കെന്തോ ആ വീട് ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നു. ശരി, നമുക്ക് അവിടെ നിന്ന് മാറാം, നീ വിഷമിക്കാതെ, ഞാൻ ആദ്യം പോയിട്ട് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തിട്ട് എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. നമ്മുടെ ഹീറോയിൻ കിടക്കുന്ന റൂമിൽ ഒരു ഡോക്ടർ നിൽപ്പുണ്ട്. അവൻ സ്വയം അവൻ്റെ തല ചുമരിൽ ടക്ക് 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 നടിച്ചുകൊണ്ടിരിക്കുക. രക്തം കൂട്ടാന്ന് ഒഴുകാൻ തുടങ്ങി. ഇവനെ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. സ്റ്റാർട്ടിങ് സീനിൽ ഇരുമ്പ് വടി കൊണ്ട് അട്ടി വാങ്ങി തല പൊളിഞ്ഞു പിടഞ്ഞില്ലേ, അവനാ ഇവൻ. ഈ സീൻ കണ്ട് പേടിച്ച് അവൾ അവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കും. ഹീറോ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയാൽ ഇവനെ കൂടാതെ ആരും ആ വീട്ടിൽ നടക്കുന്നതായിട്ട് അവന് തോന്നും. പിന്നെ അവൻ അതൊന്നും കാര്യമാക്കാതെ സാധനങ്ങൾ എടുത്തു വെച്ച് കാറിൽ കയറി പോകാൻ നേരം മാർക്കറ്റിൽ കണ്ട മുത്തശ്ശി ഇവനെ സൂക്ഷിച്ചു നോക്കി നിൽക്കുക. ഇവനും ആ മുത്തശ്ശിയെ കണ്ട് പേടിച്ചു. അവൻ സമയമില്ലാത്തതിനാലെ വേഗം കാറും എടുത്ത് അവിടുന്ന് പോകും. ഇവിടെ ഹീറോയിൻ ഹോസ്പിറ്റലിൽ ചുറ്റി നടക്കും. അവിടെയുള്ള എല്ലാവരും പ്രേതങ്ങളാണെന്നാ തോന്നുന്നത്. നേഴ്സുമാര് അങ്ങോട്ട് തിരിഞ്ഞു നിൽപ്പുണ്ട്. ഇവള് കുറേ അവരെ വിളിക്കും, പക്ഷെ അവരാരും ഇവള് തിരിഞ്ഞു നോക്കില്ല. അതേ നേരം അവിടേക്ക് സിനിമയുടെ തുടക്കത്തിൽ കണ്ട ഡീൻ ഇവളോട് ചേർന്ന് ഇവള് നോക്കി നിൽക്കും. അവളും ഒരു പ്രേതമാണെന്നാ തോന്നുന്നത്. ഇവള് പേടിച്ച് പതറിപ്പോയി. ടക്കെന്ന് അവൾ കണ്ണ് തുറന്നു നോക്കിയാൽ അവൾ വേറെ ഏതോ ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. ഇപ്പുറത്ത് നമ്മുടെ ഹീറോ വരുന്ന വഴി ഒരു ടീ ഷോപ്പിൽ ടീ കുടിച്ചുകൊണ്ടിരിക്കുക. കൂട്ടത്തില് അവൾക്ക് കഴിക്കാനുള്ള സാധനങ്ങളും വാങ്ങുന്നുണ്ട്. എന്താ ചേട്ടാ, ഇന്ന് വല്ല വിശേഷപ്പെട്ട ദിവസമാണോ? എല്ലാ കടകളും അടച്ചിരിക്കുന്നു. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്, സുറോ നാൾ. ഇന്ന് എല്ലാ പ്രേതങ്ങൾക്കും ശക്തിയും വിടുതലും ലഭിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ആരും സന്ധ്യയായി കഴിഞ്ഞാൽ പുറത്തിറങ്ങില്ല. ഇതെല്ലാം കേട്ട് ഹീറോ അയാളെ കളിയാക്കി ചിരിക്കും. ശരി, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. എൻ്റെ ഭാര്യ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, വേഗം പോകണം. ഹോസ്പിറ്റലോ? നിങ്ങൾ ഏത് ഹോസ്പിറ്റലിനെ കുറിച്ചാണ് പറയുന്നത്? ഇന്നലെ ഹീറോ ഹോസ്പിറ്റലിൻ്റെ പേര് പറയും. ഇത് കേട്ട് അയാൾ ഞെട്ടിത്തരിക്കും. നിങ്ങൾ എന്തേ പറയുന്നത്? അത് വർഷങ്ങൾക്ക് മുൻപ് അടച്ചു പൂട്ടിയതാ. ആ ഹോസ്പിറ്റലിലുള്ള എല്ലാവരും തീ കത്തിപ്പിടിച്ച് വെന്തു മരിച്ചു. അതോടെ ആ ഹോസ്പിറ്റൽ പൂട്ടി. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഹീറോ വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പായും. ഇപ്പോൾ ശരിക്കും ആ ഹോസ്പിറ്റൽ കാണാൻ പ്രേതാലയത്തെ പോലെ ഉണ്ട്. അവനൊരു ടോർച്ചും പിടിച്ച് അകത്തേക്ക് ചെന്ന് നോക്കിയാൽ നേരത്തെ അവൻ നോക്കുമ്പോഴുണ്ടായിരുന്ന അതേ സമയം 3:10. മായാലോകത്തുള്ള ഹീറോയിൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് കേൾക്കും. അന്നേരം അവിടെ ഒരു ക്ലീനിങ് സ്റ്റാഫിനെ കാണും. അയാളുടെ തല തൂങ്ങിയാടി ഉടൽ മാത്രം നിന്ന് അവിടെ തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഇത് കണ്ട് പേടിച്ച് അവൾ അവിടുന്ന് നീങ്ങിപ്പോയി. റിയാലിറ്റിയിലുള്ള ഹീറോ അവിടെ മുഴുവൻ ടോർച്ച് അടിച്ചു നോക്കിയാൽ ഒരു അഴുകിയ മനുഷ്യ ജഡം കിടപ്പുണ്ട്. വീണ്ടും ഒന്നുകൂടി ലൈറ്റ് അടിച്ചാൽ ആ ജഡം ചുമരിന് അപ്പുറത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു. അടുത്ത സെക്കൻഡ് ഇവന് തൊട്ടടുത്ത് ആ ജഡം വന്നു നിൽക്കും. കൂടാതെ അത് ഇവനെ തുരത്തി ഓടിപ്പിക്കും. ഇവനും പേടിച്ച് ജീവനും കൊണ്ട് അവിടെ ഓടി. പ്രേതങ്ങളുടെ ലോകത്തിലുള്ള ഹീറോയിൻ നടന്നു വരുമ്പോൾ ആരും അലറുന്ന ശബ്ദം കേൾക്കും. ആരാ ഇതെന്ന് വെച്ച് നോക്കിയാൽ സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു പെണ്ണ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നില്ലേ, അവളുടെ പേര് ലോസ്ലിയ. അവൾ ഇപ്പോൾ പ്രേതമായിട്ട് വന്നിരിക്കുന്നു. ലോസ്ലിയ ഹീറോയിൻ്റെ അടുത്ത് വന്ന് അവളെ പേടിപ്പിക്കും. ഇപ്പുറത്തെ ഹീറോ ആ കൊടൂരമായ രൂപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി ഒരു മുറിയിൽ കയറി കഥക് അടച്ചിട്ടുണ്ടായിരുന്നു. ഇന്നേരം ആ രൂപം മഴ വെച്ച് കഥകൾ വീശിക്കുത്തി. ഇത് കണ്ട് ഹീറോ വേഗം അവിടെയുള്ള ഒരു ഓട്ട വഴി പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചാൽ അത് പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീണ് അവൻ്റെ ബോധം പോകും. ഇവിടെ ഹീറോയിൻ ആ പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ചെന്ന് നിൽക്കുക ഒരു മോർച്ചറിയിലാണ്. അവിടെ നിറയെ ശവശരീരങ്ങളുണ്ട്. ഇത് കണ്ട് പേടിച്ച് തിരിച്ചു പോകാൻ നോക്കിയാൽ അവൾ വന്ന വാതിലിന് പകരം ഇപ്പൊ അവിടെ ചുമര് മാത്രം. വാതിൽ മറ്റൊരു വശത്താ. ദൈവമേ, ഇപ്പൊ തന്നെയല്ലേ ഞാൻ ഈ വഴി വന്നത്, അപ്പോഴേക്കും കഥകങ്ങനെ അപ്പുറത്ത് വശത്തായത്. അങ്ങനെ ഒരു വിധന അവൾ പതിയെ ശബ്ദമുണ്ടാക്കാതെ നടന്നു നീങ്ങി. അന്നേരം അറിയാതെ ഒരു ചില്ലി പാത്രം താഴെ വീഴും. ഉടനെ അവിടെ കിടന്ന ശവശരീരങ്ങൾ ടക്കെന്ന് എഴുന്നേറ്റ് ഇവള് തുറച്ചു നോക്കും. ഇവള് വേഗം അവിടുന്ന് നടന്ന് കഥക് തുറന്ന് പുറത്ത് കിടക്കും. എന്നാൽ പിന്നെയും അവൾ ആ മോർച്ചറിയുടെ ഉള്ളിലേക്ക് തന്നെയാണ് പ്രവേശിക്കുന്നത്. അവൾ കടന്ന ഭാഗത്ത് ചുമരും വാതിലും മറു സൈഡിലാണ്. വീണ്ടും അവൾ അവിടുന്ന് പതിയെ നടന്ന് വാതിലിന് അവിടേക്ക് പോകും. കഴിഞ്ഞ പ്രാവശ്യം ചില്ലുപാത്രം തട്ടിയിട്ടില്ലേ, ഈ പ്രാവശ്യം വളരെ ശ്രദ്ധയോടെ നടന്നീങ്ങി. ആ ചില്ലുപാത്രത്തിന് അവിടെ എത്തുമ്പോൾ അറിയാതെ അത് തട്ടി താഴെ വീഴാൻ പോകും. അപ്പോഴേക്കും അവൾ ഒരു വിധന അത് പിടിക്കും. ഭാഗ്യെന്ന് പറഞ്ഞു തിരിഞ്ഞാൽ ആ മൃതശരീരം ഇവളുടെ തൊട്ടടുത്ത് വന്നു നിൽക്കുന്നു. അയ്യോ രക്ഷിക്കണേന്നും പറഞ്ഞ് അവൾ അവിടുന്ന് പുറത്തേക്ക് ഓടി. എന്നാൽ വീണ്ടും എത്തിപ്പെട്ടതോ അതേ മൃതശരീരങ്ങളടുത്തേക്ക്. വീണ്ടും അവൾ ആ ഡോറിന് ലക്ഷ്യം വെച്ച് ഓടി. എന്നാൽ ഈ പ്രാവശ്യം എല്ലാ ശവശരീരങ്ങളും ഒരുമിച്ച് ഇവൾക്ക് ചുറ്റും നിൽക്കും. പക്ഷെ എങ്ങനെയോ ഒരു വിധന അവൾ അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്കിറങ്ങിയാൽ നമ്മുടെ ലോസ്ലിയ കരഞ്ഞുകൊണ്ട് അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനോട് സംസാരിച്ചു കൊണ്ടിരിക്കാം. എന്നോട് ക്ഷമിക്കും മോനെ, നീ ജനിക്കാൻ പാടില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. നീ ജനിച്ചാൽ സാത്താന് ജീവൻ തിരിച്ചു കിട്ടും.
സാത്താനും ദുരാത്മാക്കളും ചേർന്ന് ലോകത്തെ ഭരിക്കും, അതുകൊണ്ട് നീ ജനിക്കാൻ പാടില്ല, നീ ചാവണം ചാവണമെന്നും പറഞ്ഞ് ഹീറോയെ തിരിഞ്ഞു നോക്കും. ഇതോടെ പേടിച്ച് ഹീറോയിൻ താഴെ വീഴും. അതേ നേരം ആ പ്രേതം കത്തി ഉപയോഗിച്ച് ഇവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ വരുമ്പോൾ ഇപ്പോഴാണ് പഴയ കാര്യങ്ങൾ കാണിക്കുന്നത്. അതായത് ഈ ഹോസ്പിറ്റലിലുള്ള എല്ലാവരും സാത്താനെ സേവിക്കുന്നവരാ. ഇവരാണ് നമ്മുടെ ലോസ്ലിയുടെ കുഞ്ഞിനെ പുറത്തേക്കെടുത്തത്. ആ കുഞ്ഞിനെ ബലി കൊടുത്ത് സാത്താനെ സേവിക്കണം, സാത്താന് പൂർവാധികം ശക്തി പ്രാപിക്കണം. ഇത് മനസ്സിലാക്കി അവള് അതിനു മുൻപേ അവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലും. ഇപ്പോൾ ലോസ്ലിയ നാഗിയുടെ വയറ്റിലെ കൈ വെക്കുമ്പോൾ ഒരു പ്രകാശം ജ്വലിച്ച് അവൾ അവിടുന്ന് പറന്നു പോയി താഴെ വീണു. അതേ നേരം ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ പ്രേതങ്ങളും നാഗിയെ ഒരു സ്ട്രക്ചറിൽ കിടത്തി അവളുടെ കുഞ്ഞിനെ എടുത്ത് അതിന് ബലി കൊടുക്കാൻ പോകുക. അതേസമയം ഇപ്പുറത്തെ ഹീറോ കണ്ണു തുറന്നു നോക്കിയാൽ ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുക. കൂടെ ബെഡിൽ ഒരു മനുഷ്യൻ കിടപ്പുണ്ട്. അത് മറ്റാരല്ല, നമ്മുടെ ഹീറോയുടെ അപ്പന. അയാൾ സാത്താനെ സേവിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരില്ലേ, അതിലൊരു ഉയർന്ന ആളാ. ഇയാളും ആ കൂട്ടത്തിൽ ചേർന്ന് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കും മോനെ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നീ ഒരിക്കലും ഈ ഹോസ്പിറ്റലിലോട്ട് വരാൻ പാടില്ലായിരുന്നു, ഇവിടുന്ന് എന്ന് പറയും. ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. നമ്മുടെ ഹീറോയെ അവിടുന്ന് മിരട്ടി ഓടിച്ചത് അവൻ്റെ അപ്പന. ഇപ്പോൾ അവൻ പതിയെ കണ്ണു തുറക്കും. ഇപ്പുറത്തെ ഹീറോയിന് ഒരു ബലിപീഠം പോലെ ഒരു സ്ഥലത്ത് കിടത്തി അവിടെയുള്ള എല്ലാ പ്രേതങ്ങളും ചേർന്ന് അവളുടെ പ്രസവം എടുത്തുകൊണ്ടിരിക്കുക. കൂട്ടത്തില് ആ ഡീനുമുണ്ട്. ഒരു വിധന അവർ ആ കുഞ്ഞിനെ പുറത്തെടുത്ത് ബലിക്കായി കൊണ്ടുപോകാൻ ഒരുങ്ങി. അതേസമയം അവിടേക്ക് ഹീറോയിൻ മാർക്കറ്റിൽ കണ്ട ആ മുത്തശ്ശിയിലെ എൻട്രി അടിക്കും. വന്ന പാടെ മന്ത്രങ്ങൾ ചൊല്ലി മന്ത്രവെള്ളം തെളിച്ച് അവിടെയുള്ള എല്ലാ പ്രേതങ്ങളെയും അകറ്റി നിർത്തി അവളെയും അവളുടെ കുഞ്ഞിനെയും രക്ഷപ്പെടുത്തി. അങ്ങനെ പോകുന്ന വഴി ഹീറോ ഇവളെ തേടി വരുന്നുണ്ടായിരിക്കും. അങ്ങനെ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടി. ഈ മുത്തശ്ശി ഇപ്പോൾ ഇവരെയും ഇവരുടെ കുഞ്ഞിനെയും മന്ത്രവെള്ളം ഉപയോഗിച്ച് എല്ലാ പൈശാചിക ശക്തികളിൽ നിന്നും രക്ഷിച്ച് ഇവരുടെ സ്ഥലത്ത് പോയിരിക്കും. ഇന്നേരമാണ് മുത്തശ്ശി ലോസ്ലിയെ പറ്റി പറയുന്നത്. അവൾ അവളുടെ ആശകളും സ്വപ്നങ്ങളും നിറവേറാതെ ഈ ഭൂമി വിട്ടു പോയാളാ. അതുകൊണ്ട് തന്നെ ഉഗ്ര കോപത്തിലാണ് നിൽക്കുന്നത്. അവൾ നിന്റെ കുഞ്ഞിനെ നിന്നിൽ നിന്ന് പറിച്ചെടുക്കാൻ ശ്രമിക്കും, സൂക്ഷിച്ചിരിക്കണം. ഇതേ നേരം അവിടേക്ക് ലോസ്ലി എത്തി. അവളെ കണ്ടതും ഹീറോ അവന്റെ കയ്യിലുള്ള വടി വെച്ച് അവളെ അടിക്കും. പക്ഷെ അതൊന്നും അവൾ കേൾക്കില്ല. പകരം അവളൊന്ന് അവന് കൊടുക്കും. തൊട്ടു പിന്നാലെ വന്ന മുത്തശ്ശിക്കും ഒന്ന് കൊടുക്കും. ശേഷം നേരെ നായികയുടെ അടുത്ത് ചെന്ന് കുഞ്ഞിനെ എടുക്കാൻ നോക്കും. പക്ഷെ എന്തോ ഒരു ശക്തി അവളെ തടയും. അവളെ കൊണ്ട് കുഞ്ഞിനെ എടുക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ പ്രേതം ഉടനെ ഹീറോയെ മുകളിലേക്ക് ഉയർത്തി അവന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. തടയാൻ ശ്രമിച്ച മുത്തശ്ശിയെ വീണ്ടും ഒന്ന് കൊടുത്ത് ഹീറോയിനെ നോക്കി പാഞ്ഞു വരും. നമ്മുടെ നായികയും ഇവനെ കണ്ട് പേടിച്ചവിടുന്നോടി. ഇപ്പൊ മുത്തശ്ശി കയ്യിൽ പിടിച്ചിരുന്ന മന്ത്രച്ചുട്ട് ഉപയോഗിച്ച് അവന്റെ ദേഹത്ത് ആഞ്ഞ് വീശി അടിക്കും. അത് എതിർക്കാനുള്ള ശക്തി അവന്റെ ശരീരത്തിലുള്ള പ്രേതത്തിനുണ്ടാകില്ല. ഇതേ ടൈം ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ പ്രേതങ്ങളും ഒരു സ്ഥലത്ത് നിന്ന് മുത്തശ്ശി തന്നെ നോക്കി നിൽക്കുക. മുത്തശ്ശി അവനെ വീണ്ടും മാന്ത്രിക ചൂട്ടെടുത്ത് വീശിയതും അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന ലോസ്ലിയെ പ്രേതം പുറത്തേക്ക് കടക്കും. ഇതോടെ ഹീറോ മയങ്ങി താഴെ വീഴും. ഈ നേരം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ദുരാത്മാക്കളും ലോസ്ലിയുടെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകും. ഇപ്പം മുത്തശ്ശി നേരെ ഹീറോയിൻ്റെ അടുത്ത് ചെന്ന്, നിന്റെ കുഞ്ഞ് ദൈവത്തിന്റെ അനുഗ്രഹമുള്ള കുഞ്ഞാ, ഞാനൊന്ന് എടുത്തോട്ടെ എന്ന് പറയും. ഇവളും മുത്തശ്ശിയുടെ വാക്ക് കേട്ട് കുഞ്ഞിനെ കൊടുക്കും. ഇന്നേരം മുത്തശ്ശി അവളുടെ മൂക്കിന് ഒരു കുത്തും കൊടുത്ത് കുഞ്ഞിനെ എടുത്തിട്ട് പോകും. നേരം വെളുത്തു ഹീറോ മയക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും. അവൻ ഹീറോയിനെ തേടി ഒരു വിധന അവളെ കണ്ടെത്തി. ആ കിളവി നമ്മുടെ കുഞ്ഞിനെ എടുത്തിട്ട് പോയി, ആദ്യം ആ കിളവിയെ കണ്ടെത്തണമെന്നും പറഞ്ഞ് രണ്ടുപേരും ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി കാറിൽ കയറാൻ നിൽക്കും. അന്നേരമാണ് കാടിനുള്ളിൽ ആ കിളവി കുഞ്ഞിനെ ബലി കൊടുക്കാൻ നിൽക്കുന്നത് ഇവർ കാണുക. ആ കിളവി ഇപ്പോൾ അഗാധമായ ധ്യാനത്തിലാണ്. അന്നേരം അവൻ കയ്യിൽ കിട്ടിയ കല്ല് വെച്ച് ആ കിളവിയുടെ തല നോക്കി ഒന്ന് കൊടുക്കും. ശേഷം കുഞ്ഞിനെ എടുത്ത് നടന്നു പോകും. ഈ കിളവി ഒരു ഒന്നൊന്നര സംഭവം. പൂർവാധികം ശക്തിയോടെ അവൾ അവിടെ നിന്ന് നിൽക്കും. എന്നിട്ട് അവിടെ നിന്ന് പ്രത്യേക തരത്തിലുള്ള ചുവടുകൾ വെക്കും. സത്യത്തിലെ സാത്താനെ സേവിക്കുന്ന ആ സംഘത്തിലെ ഒരു അംഗമാണ് ഈ കിളവിയും. ഇവളും ആ കുഞ്ഞെ എടുത്തു കൊണ്ടുവന്ന് ബലി കൊടുക്കാൻ നോക്കി. പക്ഷേ കിളവിയെ കൊണ്ട് അതിന് സാധിച്ചില്ല. ആ ലോസ്ലിയുടെ ആത്മാവ് ഈ കുഞ്ഞിനെ കൊല്ലുമെന്ന് ഭയപ്പെട്ട് ആ കിളവി ലോസ്ലിയെ പ്രേതങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച് കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് ബലി കൊടുക്കാൻ നോക്കിയത്. ഇവിടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഹീറോയിനും പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ലോസ്ലിയുടെ ആത്മാവിനെ നമ്മുടെ കുഞ്ഞിനെ അടുത്തുപോലും വരാൻ പറ്റാതെ വന്നത്? ഒരു പക്ഷേ കിളവി പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞ് ദൈവത്തിന്റെ അനുഗ്രഹമുള്ള കുഞ്ഞാന്നാ തോന്നുന്നേ. ഇപ്പോഴാണ് പടത്തിലെ ഇടിവെട്ട് ടെസ്റ്റ്. ഈ കിളവി ആർക്കോ ഫോൺ വിളിക്കുന്നുണ്ട്. അത് മറ്റാരല്ല, നമ്മുടെ ഹീറോയുടെ അമ്മാവനാ. അയാളാണ് സാത്താനെ സേവിക്കുന്ന സംഘത്തിന്റെ തലവൻ. ഇതൊന്നുമല്ല, അവൻ പ്ലാൻ ചെയ്ത ഇവരെ രണ്ടുപേരെയും ഇവിടെ താമസിക്കാൻ പറഞ്ഞയച്ചത്. ഹീറോയുടെ ഭാര്യ പ്രഗ്നന്റ് ആയിരുന്നില്ലേ, അവൾക്ക് കുഞ്ഞുണ്ടാകുമ്പോൾ അതിനെ ബലി കൊടുത്ത് സാത്താനെ ശക്തിപ്പെടുത്തണം എന്ന് വിചാരിച്ച്. അന്നുണ്ടായ എല്ലാ കുഞ്ഞുങ്ങളെയും ലോസ്ലിയെ കൊന്ന കാരണം അവർക്കൊരു കുഞ്ഞിനെ സാത്താന് ബലി കൊടുക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇപ്പോൾ അവരുടെ മുൻപിൽ നമ്മുടെ ഹീറോയുടെയും കുഞ്ഞുണ്ട്. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഇതോടെ ഈ സിനിമയോട് അവസാനിക്കും.
ബായ്.